എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പത്മ പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചത് കല, സിനിമ രംഗത്ത് നിന്നാണ്. അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചത് സാമൂഹ്യ സേവനത്തിനാണ്. പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ നിന്നും പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കേരളത്തിൽ നിന്നും പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ: എ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകി അമ്മ. എ മുത്തുനായകത്തിന് പത്മശ്രീ ലഭിച്ചത് ശാസ്ത്ര സാങ്കേതികത്തിനാണ്. കലാമണ്ഡലം വിമല മേനോൻ കല, കൊല്ലക്കൽ ദേവകി അമ്മ പരിസ്ഥിതി. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? 1. VS അച്യുതാനന്ദൻ. 2. KT തോമസ്. 3. P നാരായണൻ. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതി എന്ന നിലയിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. KT തോമസ് പൊതുകാര്യങ്ങൾ. P നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസവും. അപ്പോൾ കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ: B രാധാകൃഷ്ണപിള്ള, K സുലൈമാൻ കുട്ടി, VK ജയൻ. B രാധാകൃഷ്ണപിള്ളയ്ക്ക് വൈക്കോൽ ചിത്രരചനാ രംഗത്തെ മികവിനും K സുലൈമാൻ കുട്ടിക്ക് വൈക്കോൽ കരകൗശല വിഭാഗത്തിനും VK ജയന് ടെറാക്കോട്ട ശില്പരംഗത്തെ മികവിനുമാണ് കരകൗശല വിദഗ്ധരെ ആദരിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ആൻസർ: അമൃത കേളകം. അമൃത കേളകത്തിനാണ് 2025 വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് അമൃത കേളകത്തിന് വൈലോപ്പിള്ളി സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ: കലാമണ്ഡലം ഗോപി. കലാമണ്ഡലം ഗോപിക്കാണ് പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം ലഭിച്ചത്. 2025 മാർഗി സതി പുരസ്കാരത്തിനർഹയായ ഭരതനാട്യം നർത്തകി ആരാണ്? 2025 മാർഗി സതി പുരസ്കാരത്തിനർഹയായ ഭരതനാട്യം നർത്തകി ആരാണ്? ആൻസർ: ചിത്ര വിശ്വേശ്വരൻ. ചിത്ര വിശ്വേശ്വരനാണ് 2025 മാർഗി സതി പുരസ്കാരത്തിന് അർഹയായത്. 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റിൻ്റെ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ: രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് 2026 ICC പുരുഷ T20 ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ ആരാണ്? ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ: നീൽ മോഹൻ. യൂട്യൂബ് CEO കൂടിയായ നീൽ മോഹനെയാണ് ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ.
2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ സുപ്രിയ സാഹു. സുപ്രിയ സാഹു ആണ് 2025 UNEP ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തുകൾക്ക് നൽകിയത്? കേരളത്തിലെ ഏതൊക്കെ പ്രധാന സ്ഥലങ്ങളുടെ പേരാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തുകൾക്ക് നൽകിയത്? ആൻസർ വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ. വർക്കല, തുമ്പ, വലിയമല, ബേക്കൽ എന്നീ സ്ഥലപ്പേരുകളാണ് ചൊവ്വയിലെ ശാസ്ത്രപ്രധാനമായ ഗർത്തുകൾക്ക് നൽകിയത്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം ഏതാണ്? മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം ഏതാണ്? ആൻസർ മഹാവതാർ നരസിംഹ. മഹാവതാർ നരസിംഹയാണ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ആനിമേറ്റഡ് ചിത്രം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് എന്തായിട്ടാണ് പുനർനാമകരണം ചെയ്തത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് എന്തായിട്ടാണ് പുനർനാമകരണം ചെയ്തത്? ആൻസർ സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് സേവാ തീർത്ത് എന്നാണ് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? ആൻസർ INS അരിതമാൻ. INS അരിതമാനാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത് ആണവ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ വാരണാസി. വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ്. 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയ സംഘടന ഏതാണ്? 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ പൊതുജന സമ്പർക്കത്തിനും ആശയവിനിമയത്തിനും സ്വർണ്ണ സമ്മാനം നേടിയ സംഘടന ഏതാണ്? ആൻസർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൽ സമ്മാനം നേടിയത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ചത്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായി പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്തത്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ 80ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ. ആൻസർ നൂർ ഇനായത്ത് ഖാൻ.
നൂർ ഇനായത്ത് ഖാനാണ്. രണ്ടാം ലോക യുദ്ധത്തിന്റെ 80-ാം വാർഷികത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ. കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്ന കേരളത്തിൻ്റെ പ്രദേശം ഏതാണ്? ആൻസർ നെട്ടുകാൽ തേരി. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം ഏതാണ്? ആൻസർ സമുദ്രയാൻ. സമുദ്രയാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ മുങ്ങൽ ദൗത്യം. അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന ഏതാണ്? അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന ഏതാണ്? ആൻസർ DRDO. DRDO ആണ് അപകടത്തിൽപ്പെടുന്ന യുദ്ധവിമാനത്തിൽ നിന്ന് പൈലറ്റുമാരെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഇജക്ഷൻ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ച സംഘടന. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ശുദ്ധജലം പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകി ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത് ഏതാണ്? ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ശുദ്ധജലം പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകി ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത് ഏതാണ്? ആൻസർ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ജലം പ്രകൃതിയിലേക്ക് തിരിച്ചു നൽകി ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ടായി മാറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഗാൽവാൻ വാലി. ലഡാക്കിലെ ഗാൽവാൻ വാലിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകം നിലവിൽ വന്നത്. അടുത്തിടെ ബഹുഭാര്യത്വ നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അടുത്തിടെ ബഹുഭാര്യത്വ നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ അസം. അസമാണ് അടുത്തിടെ ബഹുഭാര്യത്വ നിരോധന ബില്ല് പാസാക്കിയ സംസ്ഥാനം. ചൊവ്വയിൽ നിന്നും ഇടിമിന്നൽ ഏറ്റതെന്ന് സംശയിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തത്? ചൊവ്വയിൽ നിന്നും ഇടിമിന്നൽ ഏറ്റതെന്ന് സംശയിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തത്? ആൻസർ പെർസെവറൻസ്. നാസയുടെ പെർസെവറൻസ് ആണ് ചൊവ്വയിൽ നിന്നും ഇടിമിന്നൽ ഏറ്റതെന്ന് സംശയിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തത്. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി ഏതാണ്? ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി ഏതാണ്? ആൻസർ ജിയോ. ജിയോ ടെലികോം കമ്പനിയാണ് ദേശീയപാതകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലേർപ്പെട്ട ടെലികോം കമ്പനി. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര് എന്താണ്? പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര്? ആൻസർ അളകനന്ദ. അളകനന്ദ എന്ന പേരാണ് പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിലുള്ള പ്രപഞ്ചത്തിൻ്റെ താരാപഥത്തിന് നൽകിയ പേര്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ വിവേക് ചതുർവേദി. വിവേക് ചതുർവേദിയാണ് CBICയുടെ ചെയർമാനായി നിയമിതനായത്. ഫിഫ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഫിഫ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിനാണ്
ഫിഫ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ലഭിച്ചത്? 2025 ഡിസംബറിലെ RBIയുടെ പുതുക്കിയ റിപ്പോ നിരക്ക് എത്രയാണ്? 2025 ഡിസംബറിലെ RBIയുടെ പുതുക്കിയ റിപ്പോ നിരക്ക് എത്രയാണ്? ആൻസർ 5.25%. 5.25% 2025 ഡിസംബറിലെ RBIയുടെ പുതുക്കിയ റിപ്പോ നിരക്ക്. 2025 ഡിസംബറിൽ നടന്ന 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല ഏതാണ്? 2025 ഡിസംബറിൽ നടന്ന 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല ഏതാണ്? ആൻസർ കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് 2025 ഡിസംബറിൽ നടന്ന 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ജില്ല. നോട്ടയ്ക്ക് പകരമായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ ബട്ടൺ ഏതാണ്? നോട്ടയ്ക്ക് പകരമായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ ബട്ടൺ ഏതാണ്? ആൻസർ എൻഡ് ബട്ടൺ. എൻഡ് ബട്ടണാണ് നോട്ടയ്ക്ക് പകരമായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയ പുതിയ ബട്ടൺ. 2026 ഫിഫ ലോകകപ്പ് ഭാഗ്യ ചിഹ്നങ്ങൾ. 2026 ഫിഫ ലോകകപ്പ് ഭാഗ്യ ചിഹ്നങ്ങൾ. ആൻസർ മേപ്പിൾ ദി മൂസ് കാനഡ, സായു ദി ജാഗ്വർ മെക്സിക്കോ, ക്ലച്ച് ദി ബാൾഡ് ഈഗിൾ US. 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് ആരാണ്? 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് ആരാണ്? ആൻസർ FC ഗോവ. FC ഗോവയാണ് 2025 AIFF സൂപ്പർ കപ്പിൽ കിരീടം നേടിയത്. ഈസ്റ്റ് ബംഗാളിനെയാണ് ഗോവ തോൽപ്പിച്ചത്. 3 സൂപ്പർ കപ്പ് കിരീടം നേടുന്ന ആദ്യ ടീമാണ് FC ഗോവ. 2025 ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് 2025 ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ലോക ഉച്ചകോടി നടന്നത്. ഇന്ത്യയിലെ ആദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ഏതാണ്? ആൻസർ പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ഇന്ത്യയിലെ ആദ്യ ഊർജ മ്യൂസിയം നിലവിൽ വരുന്ന നഗരം. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു ദ ലീഡിംഗ് ക്വാണ്ടം പവേർഡ് എക്കോണമി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു ദ ലീഡിംഗ് ക്വാണ്ടം പവേർഡിംഗ് എക്കോണമി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ആൻസർ നീതി ആയോഗ്. നീതി ആയോഗാണ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻടു ദ ലീഡിംഗ് ക്വാണ്ടം പവേർഡ് എക്കോണമി എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ ഏതാണ്? ആൻസർ റഷ്യ ടുഡേ. റഷ്യ ടുഡേ ആണ് 2025 ഡിസംബറിൽ ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിച്ച റഷ്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക TV ചാനൽ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത് ആരാണ്? ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത് ആരാണ്? ആൻസർ ലാൻഡോ നോറിസ്. ലാൻഡോ നോറിസ് ആണ് ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക കിരീടം നേടിയത്. 2026 മുതൽ സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? 2026 മുതൽ സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ കർണാടക. കർണാടകയാണ് 2026 മുതൽ സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെൻ്ററി സമിതി അധ്യക്ഷൻ ആരാണ്? ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെൻ്ററി സമിതി അധ്യക്ഷനാരാണ്? ആൻസർ PP ചൗധരി. PP ചൗധരിയാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെൻ്ററി സമിതി അധ്യക്ഷൻ.
2025 ഡിസംബറിൽ നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? 2025 ഡിസംബറിൽ നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ആൻസർ നുമാലിഹട്ട് റിഫൈനറി. നുമാലിഹട്ട് റിഫൈനറിയാണ് 2025 ഡിസംബറിൽ നവരത്ന പദവി ലഭിച്ച അസമിലെ പൊതുമേഖലാ സ്ഥാപനം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്തത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്തത്? ആൻസർ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന. പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജനയെന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനർനാമകരണം ചെയ്തത്. PBGRY 100 തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്നത് 125 ദിവസമായി വർദ്ധിപ്പിക്കുന്ന പുതിയ ബില്ലിലുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം ഏതാണ്? ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം ഏതാണ്? ആൻസർ ലേക്ക് ടൗൺ. കൊൽക്കത്തയിലെ ലേക്ക് ടൗണിലാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 2025 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? 2025 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ സിലിസേറ്റ് തടാകം രാജസ്ഥാൻ, കോപ്ര റിസർവെയർ ഛത്തീസ്ഗഡ്. രാജസ്ഥാനിലെ സിലിസേറ്റ് തടാകവും ഛത്തീസ്ഗഡിലെ കോപ്ര റിസർവെയറുമാണ് 2025 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങൾ. 2025 ഡിസംബറിലെ കണക്കുപ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം. 2025 ഡിസംബറിലെ കണക്കുപ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 96. 2025 ഡിസംബറിലെ കണക്കുപ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 96 ആണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് റെൻ്റൽ സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ബൈക്ക് റെൻ്റൽ സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റെൻ്റൽ ബൈക്ക് സർവീസ് ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ. 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആൻസർ നിഹാൽ സരീൻ. നിഹാൽ സരീനാണ് 2025 പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ. ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം.